ആമേൻ ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ജ്ഞാനത്തിന്റെ പുസ്തകം 8:5, ധനസമ്പാദനം ജീവിതത്തിൽ അഭികാമ്യമാണെങ്കിൽ സർവവും സാധ്യമാക്കുന്ന ജ്ഞാനത്തിലുപരി ധനം എന്തുണ്ട്? ഈ ഭൂമിയിൽ നമുക്ക് ധനം വേണം, സമ്പത്തില്ലാതെ ഒന്നും നടക്കില്ല. ധനസമ്പാദനമാണ് മനുഷ്യരുടെ എല്ലാവരും പ്രത്യേക ലക്ഷ്യം. സമ്പത്തുണ്ടായേ പറ്റൂ. പക്ഷെ ധനസമ്പാദനം ഭൂമിയിൽ വളരെ ശ്രേഷ്ഠമാണെങ്കിൽ എല്ലാം ഭൂമിയിലേക്ക് ഇറക്കുന്ന, എല്ലാം നമുക്ക് കൈവെള്ളി തരുന്ന വിസ്ഡം, ദൈവിക ജ്ഞാനം, അതിലുപരി ധനം എന്തിരിക്കുന്നു എന്ന് വെച്ചാൽ, ധനം തേടാൻ ഓടുന്ന കരുത്തോടുകൂടി, പണം സമ്പാദിക്കാനുള്ള മോഹത്തോടുകൂടി ജ്ഞാനം സമ്പാദിക്കാൻ അധ്വാനിച്ചാൽ പണത്തിന് തരാൻ പറ്റാത്തത്, സമ്പത്തിന് നൽകാൻ പറ്റാത്തത് ദൈവിക ജ്ഞാനം, ക്രിയേറ്ററാണ്, സൃഷ്ടിയാണ്. സൃഷ്ടിക്കാനുള്ള വൈഭവമുള്ള ദൈവിക ജ്ഞാനം നിനക്ക് പണം തരാത്തതൊക്കെ നിന്റെ മടിയിൽ കൊണ്ടുവയ്ക്കും. ധനസമ്പാദനം ഭൂമിയിൽ അഭികാമ്യമാണെങ്കിൽ സർവവും സാധ്യമാക്കുന്ന ദൈവിക ജ്ഞാനത്തിലുപരി എന്ത് പണം, എന്ത് ധനം, എന്ത് പൊന്ന്, എന്ത് വെള്ളി എന്ന് ചോദിക്കാനുള്ളൊരു കരുത്ത് നേടാൻ കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ ഭാഗ്യധനമായി. കർത്താവിന്റെ ഈ വചനം നമ്മുടെ ഉൾക്കണ്ണ് തുറക്കട്ടെ. പൈസയ്ക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും നമ്മൾ ഓടുന്നു. അതിലുപരി സ്നേഹത്തോടുകൂടി ദൈവിക ജ്ഞാനം തേടാൻ ശ്രമിച്ചാൽ പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല. ആമേൻ ആമേൻ.